കോടതി ഉത്തരവ് പാലിച്ച് വയനാട് തിരുനെല്ലി തൃശ്ശിലേരി ക്ഷേത്രങ്ങളുടെ സ്ഥിര നിക്ഷേപം തിരികെ നൽകി തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക്. 17 കോടി രൂപയും കഴിഞ്ഞ ഡിസംബർ 31-നകം കൈമാറി. സുപ്രീംകോടതി നൽകിയ സമയപരിധിക്കകമാണ് നിക്ഷേപ തുക തിരികെ നൽകിയത്. സുർജിത്ത് ഗുഡ് മോർണിംഗ്. സുർജിത്ത് എവിടെ എന്നൊക്കെ ഒന്ന് രണ്ട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല വയനാട്ടിൽ പൂക്കാലം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ സുർജു, ഈ പറഞ്ഞു വന്നത് ഇത് ഹൈക്കോടതിയിൽ നിയമപോരാട്ടം, സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം, അങ്ങനെ നിയമപോരാട്ടങ്ങൾ പരമാവധി നടത്തിയതിനു ശേഷം ആട്ടോ ക്ഷേത്രങ്ങളുടെ പൈസ തിരിച്ചു കൊടുത്തത്. ഹാഷ്മി, ക്രിസ്റ്റ്യന, ഗുഡ് മോർണിംഗ്. ഈ തിരുനെല്ലി ബാങ്ക് എന്ന് പറയുന്നത് സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ചരിത്രം, അത് 100 വർഷത്തിലധികം ചരിത്രമുള്ള ഒരു ബാങ്കാണ്. അതായത് 1919 രൂപീകരിക്കപ്പെട്ട ബാങ്കാണ്. ഈ ബാങ്കിന്റെ പ്രധാനപ്പെട്ട നിക്ഷേപമായിരുന്നു അത് ഈ തൃശ്ശിലേരി ക്ഷേത്രത്തിലെയും തിരുനെല്ലി ക്ഷേത്രത്തിലെയും വരുന്ന വരുമാനം. ആ വരുമാനമായിരുന്നു പ്രധാനപ്പെട്ട നിക്ഷേപം. ഇത്തരത്തിൽ 17 കോടി രൂപ ആയിരുന്നു വരുമാനം നിക്ഷേപമായി ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് സുരക്ഷിത നിക്ഷേപമല്ല എന്നുള്ള തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തി ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി സമീപിച്ച ശേഷം ആ ഘട്ടത്തിൽ 8 കോടിയോളം രൂപ തിരികെ നൽകി ബാങ്ക്. മറ്റ് തുക കൂടി തിരിച്ചു നൽകുന്നതിന് സാവകാശം തേടുകയാണ് ബാങ്ക് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് വൈകുന്നേരം ഹൈക്കോടതി ഉത്തരവ് നിക്ഷേപം തിരികെ നൽകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഉത്തരവ് പാലിക്കാൻ വേണ്ടി ബാങ്ക് അധികൃതർ തയ്യാറായില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ച് ഈ സ്വകാര്യ വ്യക്തി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. സുപ്രീം കോടതി അനുകൂലമായ ഉത്തരവ്, അതായത് ഈ ബാങ്കിന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട്, കാരണം കൂടുതൽ സമയം അനുവദിക്കാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള അത്തരത്തിലുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് അത് വേഗത്തിൽ തന്നെ നൽകണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. സമയപരിധിക്കുള്ളിൽ ഇപ്പോൾ ബാങ്ക് ഭരണസമിതി ആ തുക കൂടി നൽകിയിട്ടുണ്ട്. ആകെ 17 കോടി രൂപയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 31-ാം തീയതി 9 കോടി രൂപ കൂടി ബാങ്ക് നിക്ഷേപമായി തിരികെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ ആ വിവാദം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു. കാരണം ഹൈക്കോടതി ഉത്തരവ് പാലിച്ചില്ല എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJPയും കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. CPIഎമ്മിന്റെ ഭരണസമിതിയുള്ള ബാങ്കാണ് തിരുനെല്ലി ബാങ്ക്. ഇനി ആ തുക ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അത് ആ തരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.